പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ക്ലാസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് റൂഹാഷണ പ്രാർത്ഥനയും അതേ തുടർന്ന് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളാക്കി അപ്പവീഞ്ഞുകളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥനയുമാണ്. ഇതേ തുടർന്ന് അനാഫോറയുടെ ഒരു സമാപന പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തുബ്ദേൻ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് തുബ്ദേൻ പ്രാർത്ഥനകളും അതുപോലെ ഖണ്ഡിപ്പും, ഈ രണ്ട് ശുശ്രൂഷകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തുബ്ദേൻ പ്രാർത്ഥനകൾ, അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ വിശുദ്ധ ത്രോണോസിൽ എഴുന്നള്ളിയിരിക്കുന്ന സന്ദർഭത്തിൽ ആ വിശുദ്ധ രഹസ്യങ്ങളുടെ മേലാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നത്. ഇത് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള ഒരുക്കമാണ്. അനാഫോറയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണമാണ്. ആ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോൾ യഹോവ അവനെ അനുഗ്രഹിച്ചു, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടിയായി നന്മകൾ നൽകിക്കൊണ്ട് അവനെ അനുഗ്രഹിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ബലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകതയുണ്ട്. അങ്ങനെ നമ്മൾ 6 തുബ്ദേനുകൾ ചൊല്ലുന്നുണ്ട്. അതെന്തെന്ന് നമുക്ക് വിശദമായിട്ട് ഇവിടെ പരിശോധിക്കുന്നില്ല, എങ്കിലും ഒന്ന് ഓർത്തു പോകാം. 1-ാമത്തെ തുബ്ദേൻ ജീവനോടിരിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയാണ്. 2-ാമത്തെ തുബ്ദേൻ എന്ന് പറയുന്നത് ജീവനോടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികൾ, പ്രാർത്ഥനയിൽ ഓർക്കാൻ വേണ്ടി പേര് നൽകിയിട്ടുള്ളവർ, അതുപോലെ ഇന്നത്തെ ആ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ വിശ്വാസികൾ, ഇവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ തുബ്ദേൻ വിശ്വാസികളായ ഭരണകർത്താക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ ഈ ലോകത്തുള്ള നിലനിൽപ്പിന് ഈ ലോകത്തെ ഭരണകർത്താക്കളുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ സഭയ്ക്ക് സഹായം ചെയ്തവർ, വിശ്വാസികളായിട്ടുള്ള ഭരണകർത്താക്കൾ, ഇവരെയെല്ലാം ഓർക്കുന്നതാണ് 3-ാമത്തെ തുബ്ദേൻ. 4-ാമത്തെ തുബ്ദേൻ വാങ്ങിപ്പോയ പരിശുദ്ധ കന്യകാമറിയമ്മയെയും വിശുദ്ധന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 5-ാമത്തെ തുബ്ദേൻ ആത്മീയ പിതാക്കന്മാർ, വാങ്ങിപ്പോയ ആത്മീയ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 6-ാമത്തെ തുബ്ദേൻ വാങ്ങിപ്പോയ വിശ്വാസികളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആദ്യത്തെ 3 തുബ്ദേനുകൾ ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടിയും പിന്നീട് വരുന്ന 3 തുബ്ദേനുകൾ വാങ്ങിപ്പോയവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് കാണാൻ കഴിയും. ഒരു തുബ്ദേൻ ശുശ്രൂഷകൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതൻ ഒരു രഹസ്യപ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം പുരോഹിതൻ ഒരു പരസ്യപ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഒരു തുബ്ദേനിൽ 3 പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ 6 പ്രാർത്ഥനകൾ, 6 തുബ്ദേനുകൾ വരുമ്പോൾ 6 × 3 18 പ്രാർത്ഥനകൾ മൊത്തം ചൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മധ്യസ്ഥ പ്രാർത്ഥനകൾ വിലയേറിയതാണ്. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടേതായ ഈ സമയത്ത് വിശ്രമിക്കാനുള്ള സമയമല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ബലിപീഠത്തിൽ ത്രോണോസിൽ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ ജീവനോടെ എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയാണ് ഈ സമയത്ത് നമുക്കുള്ളത്. അനഫോറയുടെ പ്രധാന ഭാഗം കഴിയുമ്പോഴെല്ലാം കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് വിശ്വാസികൾക്ക് സാധിക്കേണ്ടതാണ്. തുബ്ദേൻ പ്രാർത്ഥനകൾ കഴിയുന്നതോടുകൂടി പുരോഹിതൻ വീണ്ടും ഒരു പരസ്യപ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിന് വിശ്വാസികൾ പ്രതിവാക്യം പറയുന്നു. തുബ്ദേൻ്റെ അവസാനം സമാധാന ആശംസ പുരോഹിതൻ നൽകുന്നുണ്ട്. 2-ാമത്തെ സമാധാന ആശംസ, അതുപോലെ 2-ാമത്തെ റൂസ്മ ചെയ്തുകൊണ്ടുള്ള ആശീർവാദ പ്രാർത്ഥനയും പുരോഹിതൻ നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷമാണ് തിരുശീല ഇടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതോടെ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഖണ്ഡിപ്പ് നിർവഹിക്കുന്നത് തിരശീല ഇട്ടുകൊണ്ടാണ്. രഹസ്യമായിട്ടാണ് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതിൻ്റെ കാരണം കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ഇരുട്ടുണ്ടായി എന്ന്, അത് മനുഷ്യർ കാണാത്ത വിധത്തിൽ ഇരുട്ടുണ്ടായി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളെ അത് പരസ്പരം മിശ്രണം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ തിരുശരീരം ഖണ്ഡിക്കുന്നു എന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, പുരോഹിതൻ ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകൾ പ്രധാനമായും കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും സംബന്ധിച്ചാണ്. വീണ്ടും പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന മറ്റൊരു ഭാഗമാണ് കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപിരിഞ്ഞില്ല, അതൊന്നായി തന്നെ നിലനിന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നു. വിശുദ്ധ കുർബാന ഒന്നാകെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്
കർത്താവ് അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നാണ്. ഇതാ സഹീവൻ മാളികയിലും അതുപോലെ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന കർത്താവും ഈ ശുശ്രൂഷയാണ് നിർവഹിച്ചത്. ഇവിടെ വിശുദ്ധ കുർബാനയിൽ അപ്പം എടുത്തു എന്ന് പറയുന്ന ഭാഗം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള തുയോബോയിലല്ല ഒരുക്ക ശുശ്രൂഷയിൽ പുരോഹിതൻ നിർവഹിക്കുന്നുണ്ട്. വീണ്ടും തന്നെ വാഴ്ത്തുന്ന ശുശ്രൂഷയാണ് അനഫോറയിൽ നമ്മൾ കാണുന്നത്. അപ്പത്തിൻ്റെ ശുശ്രൂഷയിൽ അത് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളാക്കി മാറ്റുന്നു, പരിശുദ്ധ റൂഹായെ ക്ഷണിക്കുന്നു. ഇങ്ങനെയുള്ള ആ ഭാഗങ്ങളിൽ നമ്മൾ വാഴ്ത്തി എന്ന ഭാഗം കാണുകയാണ്. വീണ്ടും നുറുക്കുന്ന ഭാഗമാണ് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ നിർവഹിക്കുന്നത്. വീണ്ടും വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന ഭാഗവും നമ്മൾ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗീതം ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സമയം ബാക്കിയുണ്ടെങ്കിൽ ലുത്തിനിയ ചൊല്ലിക്കൊണ്ടും അത് പൂർത്തിയാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തന്നെയും പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ബലിയായി തീർന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? തങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ വഴി ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക, പരിശുദ്ധ റൂഹായുടെ ശക്തി കൊണ്ട്. അങ്ങനെ പിതാവ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഇഷ്ടങ്ങളെയാണ് നമുക്ക് ബലി അർപ്പിക്കാനായിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ഇതാ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമിൽ നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ ബലിപീഠത്തിൽ നടക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാനായിട്ടുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റണം. നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം കർത്താവ് ഒരുപക്ഷെ അതിനെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ദൈവകരങ്ങളിലേക്ക് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെയും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. ജെറമ്യ 29:11 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇതാ ക്ഷേമകരമായ ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉന്നതമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറപ്പെടാനായിട്ടാണ് നമ്മൾ ഓരോ ബലിയിലും സംബന്ധിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ബലിവസ്തുവാക്കി അതിനെ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കണം. അത് പിതാവായ ദൈവം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി അതിനെ ഇതാ കർത്താവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ ഓരോ ബലിയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. അങ്ങനെയാണ് ബലിയർപ്പണത്തെ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദിപിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചു, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം തന്നെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവം പറഞ്ഞതുപോലെ തനിക്കുള്ളതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ പുറപ്പെട്ടു. വീണ്ടും സ്വന്തം പുത്രനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതും അബ്രഹാം അനുസരിച്ചു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം ദൈവകരങ്ങളിലേക്ക് അവൻ വിട്ടുകൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം യേശു ക്രിസ്തുവിന് മുൻകുറിയായിരുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമുക്കും വിശുദ്ധ കുർബാനയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ മദ്ബഹായിൽ നടക്കുമ്പോൾ നമുക്ക് ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ ആലയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതാണ്. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ കഴിയുന്നതോടുകൂടി ഇതാ കർത്തൃപ്രാർത്ഥനയിലേക്കും അതുപോലെ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലേക്കും പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. തുബ്ദേൻ പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. തുബ്ദേൻ്റെ അവസാനം സമാധാന ആശംസ പുരോഹിതൻ നൽകുന്നുണ്ട്. രണ്ടാമത്തെ സമാധാന ആശംസ, അതുപോലെ രണ്ടാമത്തെ റൂസ്മ ചെയ്തുകൊണ്ടുള്ള ആശീർവാദ പ്രാർത്ഥനയും പുരോഹിതൻ നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷമാണ് തിരശ്ശീല ഇടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തിരശ്ശീല ഇടുന്നതോടുകൂടി ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ കഴിയുന്നതോടുകൂടി ഇതാ കർത്തൃപ്രാർത്ഥനയിലേക്കും അതുപോലെ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അതുവരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.